നമസ്കാരം. തിരുവനന്തപുരത്തെ മണക്കാട് പലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് നമ്മൾ വാർത്തകളിൽ കണ്ടിരുന്നു. വർഗീയ കലാപം ലക്ഷ്യമിട്ടുള്ള പോസ്റ്ററുകൾ നഗരത്തിൽ പതിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് നിഗമനം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നഗരത്തിൽ നടന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും ആസൂത്രിത സ്വഭാവമുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ. നഗരത്തിലെ ചില പോക്കറ്റുകളിൽ മത തീവ്രവാദികൾക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുന്നവരുമുണ്ട്. ചില ഹോട്ടലുകൾ, മൊബൈൽ ഷോപ്പുകൾ, ചെറിയ റെഡിമെയ്ഡ് ഷോപ്പുകൾ, ഇറച്ചിക്കടകൾ തുടങ്ങി അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ നഗരത്തിലുണ്ട്. ചില സ്ഥലങ്ങളിൽ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അന്യ സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ലേബർ ക്യാമ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. 10-15 പേർ വീതമുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളായാണ് ഇവർ താമസിക്കുന്നത്. ഓരോ മാസവും ആളുകൾ മാറിക്കൊണ്ടിരിക്കും. ആരൊക്കെയാണ് വരുന്നതെന്നോ താമസിക്കുന്നതെന്നോ സമീപവാസികൾക്കോ പോലീസിനോ പോലും അറിയില്ല. ഇവരിൽ കൊടും കുറ്റവാളികൾ മുതൽ തീവ്രവാദ സംഘടനകളിലെ അംഗങ്ങൾ വരെയുണ്ട്. വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായാണ് ഇവർ ലേബർ ക്യാമ്പുകളിൽ താമസമാക്കുന്നത്. ഇത്തരക്കാർ കാരണം ജോലി ചെയ്ത് ജീവിക്കാൻ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളെ വരെ ജനങ്ങൾ സംശയത്തോടെയാണ് നോക്കുന്നത്. ഇത്തരത്തിൽ മത തീവ്രവാദികൾ താവളമാക്കുന്ന സ്ഥലങ്ങളിൽ മണക്കാട്, കമലേശ്വരം, അമ്പലത്തറ, മുട്ടത്തറ തുടങ്ങിയ പ്രദേശങ്ങളുമുണ്ട്. അനധികൃത മതപഠനശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാസം മുൻപാണ് അമ്പലത്തറ പഴുതിക്കുരി അമ്മച്ചിമുക്കിൽ സ്ഥാപിച്ചിരുന്ന ഭാരതാംബയുടെ ചിത്രം ഇരുട്ടിന്റെ മറവിലെത്തിയ സുന്നി മതപഠന വിദ്യാർത്ഥികൾ കുത്തിക്കീറി വികൃതമാക്കിയത്. അന്യമത വിദ്വേഷങ്ങളും രാജ്യവിരുദ്ധതയും പഠിപ്പിക്കുന്ന ഇത്തരം അനധികൃത മതപഠനശാലകളെ നിയന്ത്രിക്കാൻ സർക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ദേവീ ദേവന്മാരുടെയും ഹൈന്ദവ സംഘടനകളുടെയും പോസ്റ്ററുകളും ബോർഡുകളും നശിപ്പിച്ച് സാമുദായിക ധ്രുവീകരണവും വർഗീയ സംഘർഷവും സൃഷ്ടിച്ച് നാട്ടിൽ അശാന്തി പടർത്തുക എന്നതാണ് ഇത്തരം മത തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം. അതിനിടെ നഗരത്തിൽ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിന് പിന്നിലെ ലക്ഷ്യം വർഗീയ കലാപം തന്നെ. കൊച്ചിയിൽ നിന്ന് NIA സംഘം തിരുവനന്തപുരത്തെത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. കഴിഞ്ഞ ദിവസം മണക്കാട് മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്ററുകൾ പതിപ്പിച്ചതിന് ഉത്തരേന്ത്യൻ സ്വദേശിയായ മുഹമ്മദ് ഇക്ബാലിനെ ഫോർട്ട് പോലീസ് പിടികൂടിയിരുന്നു. ഇയാൾക്ക് ഭീകരബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് NIA ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. മണക്കാട് UAE കോൺസുലേറ്റിന് സമീപത്തെ അൽ ഹസൻ ഹോട്ടലിലെ ജീവനക്കാരനായ മുഹമ്മദ് ഇക്ബാലിന്റെ മണക്കാട് പടന്നാവ് ലൈനിലെ താമസ സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തുകയും ഭീകര സ്വഭാവമുള്ള ലഘുരേഖകൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ബംഗാൾ വിലാസത്തിലുള്ള തിരിച്ചറിയൽ കാർഡ് ഇയാളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും ഇത് വ്യാജമാണെന്നും ഇയാൾ ബംഗ്ലാദേശ് പൗരനാണെന്നും സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. സാമൂഹ്യ സ്പർദ്ധയ്ക്കും കലാപലക്ഷ്യത്തിനുമുള്ള വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുന്ന കാര്യവും പരിശോധിക്കുന്നതായി ഫോർട്ട് പോലീസ് അറിയിച്ചു. താൻ ഒറ്റയ്ക്കാണ് പോസ്റ്റർ ഒട്ടിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കൂട്ടാളികളെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പരിശീലനം ലഭിച്ചയാളെ പോലെയാണ് ഇയാളുടെ പെരുമാറ്റം. ഇംഗ്ലീഷ് ഭാഷ നല്ല വശമുള്ളയാളാണ്. ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട് വാടകയ്ക്ക് നൽകിയ കലാട്ടുമുക്ക് സ്വദേശിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഹോട്ടൽ ഉടമകളെയും സഹതൊഴിലാളികളെയും വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.